ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. സൗണ്ടിന് നല്ല വേരിയേഷൻ ഉണ്ട്, കാരണം നന്നായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സൗണ്ട് വെച്ച് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് വോയിസ് ഓവർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതായത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ഉതിര് നമ്മുടെ വീട്ടിൽ വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഗോതമ്പ് ഉതിര്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് ഉതിര് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ആദ്യമായിട്ട് നമുക്ക് ഒരു കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഗോതമ്പാവ് എടുക്കുക. അതായത് ആളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ ഒരു 4 പേർക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പാവ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഒരു ഗോതമ്പാവ് ഒരു 3 മിനിറ്റ് മതി കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ സമയം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 4 മിനിറ്റ് ഞാൻ ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റായിട്ടൊന്ന് തൊടുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഒരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു മാവൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈമേ ടച്ച് ആവാൻ പാകത്തിന് ആവുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നാളികേരമാണ് ആഡ് ചെയ്തത്. 1.5 കപ്പ് നമ്മുടെ ആട്ടപ്പൊടിക്ക് ഞാനിവിടെ 1 കപ്പ് നാളികേരം ആഡ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം നാളികേരം ആഡ് ചെയ്യാൻ പറ്റും അത്രയും ആഡ് ചെയ്യുക, അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇനി നമ്മുടെ നോർമൽ വെള്ളം ആവശ്യമനുസരിച്ച് തളിച്ച്, നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ വെള്ളം തളിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉതിരിനുള്ള മാവിടെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടുന്നത്. കട്ടയൊക്കെ ഉള്ളെങ്കിൽ നന്നായിട്ട് ഉടച്ചടച്ച് വേണം നമ്മൾ ഉതിരിനുള്ള കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു സ്ട്രീമർ എടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ സ്റ്റീമർ വെസൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉതിരിൻ്റെ മാവ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 to 6 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതൊന്ന് സ്റ്റീമായി കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടുകും സവോളയൊക്കെ ഒന്ന് താളിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു കടായി എടുക്കാം. കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തേക്കുന്നത്. അധികം എണ്ണ താല്പര്യമാണെങ്കിൽ ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു കടുക് എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു 10 to 15 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 വത്തലമുളക് ഞുറുക്കിയത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി എല്ലാം വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഉതിര് ഒന്ന് ചെക്ക് ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഉതിര് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് അത് വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവോള എല്ലാം ചെറിയുള്ളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ഉതിര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയും ആ ചെറിയുള്ളിയും പച്ചമുളകും കരിവേപ്പില എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഉണ്ടോ ഇല്ല ഒന്ന് നോക്കിക്കോളൂ. ഇല്ലെങ്കിൽ കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉതിരി കിട്ടാനായിട്ടാണ്. അപ്പോൾ നല്ല തിളപ്പിച്ച് ആറിയ ചെറിയ ചൂട് വെള്ളം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ കൊടുത്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 3 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ലിഡിട്ട് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യാം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിഭാഗത്ത് തൊട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സെയിം പ്രൊസീജിയർ തന്നെ ഒരു 2 to 3 തവണ എങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉതിരാണ് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും ഒരു 2 to 3 തവണ ഞാനിവിടെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് അതേ സെയിം രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഒന്ന് ലിഡിട്ട് ക്ലോസ് ചെയ്ത് 3 മിനിറ്റ് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 to 3 ടൈംസ് ഞാൻ ഇതേ രീതിയിൽ വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് ലിഡിട്ട് ക്ലോസ് ചെയ്തൊന്ന്
വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉതിര് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗോതമ്പ് ഉതിര് പൊതുവേ മിക്ക എല്ലാവർക്കും അത്രയ്ക്ക് താല്പര്യമില്ല, എന്നാലും ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. കഴിക്കാത്തവരെ കഴിച്ചു പോകും കേട്ടോ. കടലക്കറിയോ പഴമോ പഞ്ചസാരയോ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റിബിൾ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.